നൽകുകയായിരുന്നു. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ വിമർശിച്ചും പരിഹസിച്ചും ജനയുഗത്തിൽ ലേഖനം. മണ്ണാർക്കാട് നിയമസഭാ സീറ്റ് കച്ചവടച്ചരക്കാക്കാൻ താൽപ്പര്യമില്ല എന്ന് CPI നിലപാടെടുത്തതോടെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി. കാലുമാറ്റക്കാർക്ക് പ്രൊബേഷൻ പ്രഖ്യാപിക്കണമെന്നും പരിഹാസം. AR റഹ്മാന്റെ വിവാഹമോചനത്തെക്കുറിച്ചും ലേഖനത്തിൽ പരിഹാസമുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സലീം, സന്ദീപുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന CPI സംസ്ഥാന സെക്രട്ടറിയുടെ സ്ഥിരീകരണം, അതിന് പിന്നാലെ ഉയർന്നു വന്ന ചർച്ചകൾ, ഇപ്പോൾ ജനയുഗത്തിൽ ഇടം പിടിക്കുന്ന ലേഖനത്തിൽ അത് ചൂണ്ടിക്കാട്ടുന്നത് ഏത് തരത്തിലാണ്? ഇതുമായി ബന്ധപ്പെട്ട ഈ മണ്ണാർക്കാട് സീറ്റിനെ ചൊല്ലിയാണ് സന്ദീപ് വാര്യർ പിണങ്ങിയത് എന്നുള്ളതാണ് ജനയുഗത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനം. മാത്രമല്ല, ജനയുഗം പത്രം അതിലെ ആ ലേഖനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് സന്ദീപ് വാര്യരെ വിമർശിക്കാനാണെങ്കിൽ പോലും ആ വിമർശനത്തിന്റെ മുനകൾ ചെന്ന് പതിക്കുന്നത് CPIM കൂടിയാണ്. കാരണം ആ ലേഖനം തുടങ്ങുന്നതിൽ തന്നെ ആദ്യത്തെ വിമർശനം ഉന്നയിക്കുന്നത് ഈ KV തോമസിന് എതിരെയാണ്. ആ സമയത്ത് KV തോമസ് കിട്ടാവുന്ന സ്ഥാനങ്ങളൊക്കെ കോൺഗ്രസിൽ നിന്നും വാങ്ങിയതിനു ശേഷം തിരികെ വരുന്ന കാലത്ത് പോലും CPIയോട് ആദ്യം ചർച്ച നടത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അന്നും തങ്ങൾക്ക് കൊടുക്കാൻ സ്ഥാനങ്ങളൊന്നുമില്ലല്ലോ എന്നായിരുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറി കാനം രാജേന്ദ്രൻ സ്വീകരിച്ച നിലപാട്. അതുതന്നെയാണ് CPIMന്റെ എല്ലാ കാലത്തെയും നിലപാട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. മാത്രമല്ല, സന്ദീപ് വാര്യർ ആദ്യം ചോദിച്ചത് മണ്ണാർക്കാട് നിയമസഭാ സീറ്റുമായി ബന്ധപ്പെട്ടാണ്. അത് കച്ചവടച്ചരക്കാക്കാൻ താല്പര്യമില്ലെന്ന് CPI തുറന്നു പറഞ്ഞു. ഇതോടുകൂടിയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ അഭയം പൂകിയത് എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രീയ കക്ഷികളും കാലുമാറ്റക്കാരെ പ്രതീക്ഷിച്ചിരിക്കരുത്, കുഴിയാനകളെ ആനയാക്കരുത്, കാക്കയെ വെള്ളപൂശി വെളുപ്പിക്കരുത് എന്നും ജനയുഗത്തിന്റെ ലേഖനത്തിൽ പറയുന്നു. മാത്രമല്ല, കാലുമാറ്റക്കാർക്ക് 5 വർഷത്തെ പ്രൊബേഷൻ കാലം പ്രഖ്യാപിക്കണം എന്നൊരു പരിഹാസം കൂടി ഈ ലേഖനവുമായി ബന്ധപ്പെട്ട ലേഖനത്തിൽ ഉണ്ട്. ആ സമയത്ത് ഈ പ്രൊബേഷൻ കാലയളവിൽ സീറ്റോ മറ്റേതെങ്കിലും ബോർഡ് സ്ഥാനങ്ങളോ നൽകരുത്. അതിനുശേഷം അവർ പാർട്ടിക്ക് കൊള്ളാമെങ്കിൽ ഏതെങ്കിലും നിബന്ധനകളില്ലാതെ വരുന്നതെങ്കിൽ മാത്രം സീറ്റ് നൽകണം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ലേഖനത്തിൽ വിവാദ പരാമർശങ്ങൾ കൂടി വരുന്നുണ്ട്. അത് രാംവിലാസ് പാസ്വാനും AR റഹ്മാനും എതിരെയാണ്. രാംവിലാസ് പാസ്വാൻ ഭൂലോക കാലുമാറ്റക്കാരനാണ്. വ്യക്തിജീവിതത്തിലും പാസ്വാൻ പലതരത്തിലുള്ള കാലുമാറ്റം നടത്തി. ആദ്യ വിവാഹത്തിന് ശേഷം കുറച്ചു കഴിഞ്ഞപ്പോൾ ദളിതൻ കൂടിയായ പാസ്വാൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. പാമ്പ് പടം പൊഴിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒരുപോലെ കാലുമാറ്റത്തിൽ വിരുദ്ധൻ എന്നിങ്ങനെ വിവാദ പരാമർശങ്ങളുണ്ട്. മാത്രമല്ല, AR റഹ്മാനുമായി ബന്ധപ്പെട്ട AR റഹ്മാന്റെ വിവാഹമോചനത്തിലാണ് ജനയുഗത്തിന്റെ പരിഹാസം. പരമദരിദ്രനും സംഗീതജ്ഞനുമായ RK ശേഖറിന്റെ മകനാണ് റഹ്മാൻ. ഇടയ്ക്കിടെ കൊല്ലം കടപ്പാക്കട ജനയുഗത്തിൽ വരും. കാമ്പശ്ശേരി ശേഖറിന് 100 രൂപ നൽകും. റഹ്മാനും കുടുംബത്തിനും അരിവാങ്ങാനായി നൽകും. അദ്ദേഹത്തിന്റെ പുത്രനായ റഹ്മാൻ ഓസ്കാർ അവാർഡ് ജേതാവായപ്പോൾ ഭാര്യയെ പോരെന്ന് തോന്നി. അങ്ങനെ വന്ന വഴികൾ മറക്കരുത് എന്നുള്ളതാണ് ഈ വിവാദ പരാമർശം. അങ്ങനെ മൊത്തത്തിൽ ഈ കാലുമാറ്റക്കാർക്കെതിരായ ഒരു ലേഖനം എന്ന നിലയിലാണ് ജനയുഗം ആ ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത്. റീജിത്ത്. ശരി, സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.